സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ആത്മീയ ആരോഗ്യമുള്ളവൻ പ്രതികൂല സാഹചര്യങ്ങളിലും സമാധാനത്തോടെ ജീവിക്കും. എഴുതി വെച്ച് പഠിച്ചോ ചേച്ചി, ഗുണം ചെയ്യും. ആത്മീയ ആരോഗ്യമുള്ളവൻ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും സമാധാനത്തോടെ ജീവിക്കും. പറഞ്ഞേ, ആത്മീയ ആരോഗ്യമുള്ളവൻ പ്രതികൂല സാഹചര്യങ്ങൾ ഉള്ളപ്പോഴും സമാധാനത്തോടെ ജീവിക്കും. ഇല്ലെങ്കിൽ എന്തു പറ്റും? വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അയ്യോ എന്നാ പിന്നെ കെട്ടിത്തൂങ്ങി ചത്തേക്കാം. ആരാത് ചിന്തിക്കുന്നത്? ആത്മീയമായി ആരോഗ്യമില്ലാത്തവൻ അവൻ അങ്ങനെ ചിന്തിക്കും. ആത്മീയമായി ആരോഗ്യമില്ലാത്തവന് ഉറക്കം കിട്ടിയാല അവൻ്റെ തല ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. ആത്മീയമായി ആരോഗ്യമില്ലാത്തവൻ വീട്ടിലൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവൻ റോട്ടിക്കൂടെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കും. ആത്മീയമായി ആരോഗ്യമില്ലാത്തവൻ വീട്ടിൽ മക്കളുടെ കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ നാണക്കേട്, അപമാനം വീടിനുള്ളിൽ ഇങ്ങനെ മറഞ്ഞിരിക്കും. ആത്മീയമായി ആരോഗ്യമുള്ളവൻ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അവൻ സമാധാനത്തോടെ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ സമയത്ത് നമ്മുടെ ഒറ്റ പ്രാർത്ഥനയുള്ള എന്തിനാണെന്നറിയാവോ? ആത്മീയമായി നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കണം. നമ്മൾ പലരും ക്ഷീണിച്ചവരാണ്. നമ്മൾ പലരും ആത്മീയമായി ആരോഗ്യപരമായ മേഖലകളിൽ ക്ഷീണിച്ചവരാണ്. നമുക്ക് ആത്മീയമായി ആരോഗ്യം വീണ്ടെടുക്കണം. സ്വരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനം നമ്മളോട് പറയുന്നത്, നീ ക്രിസ്തുവിൽ നിലനിൽക്കുന്നെങ്കിൽ ഫലം ചൂടും. യോഹന്നാൻ സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 15 വേഴ്സ് 5, 15:5 കിട്ടിയെങ്കിൽ തുറന്നേ വായിച്ചേ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കും. ദേ, നിന്റെ വീട്ടിൽ നിന്റെ പ്രവർത്തികൾക്ക് ഫലമുണ്ടാകണമെങ്കിൽ, റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ നീ തായ്തണ്ടിനോട് ചേർന്നിരിക്കണം. ആത്മീയമായി ബലം പ്രാപിച്ചിരിക്കണം. എങ്കിലേ റിസൾട്ട് ഉള്ളൂ. ഇല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ട്. നീ വിചാരിക്കും ഞാനിതെല്ലാം നേടി, പക്ഷേ ആത്യന്തികമായി നമുക്കത് സമാധാനം നൽകുകയില്ല. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം. ഡ്യൂട്രോണമി, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം, അതിൻ്റെ 1ഉം 2ഉം തിരുവചനം ഒന്ന് വായിച്ചേ. നിയമാവർത്തനം 28 അതിൻ്റെ 1ഉം 2ഉം തിരുവചനം. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. കണ്ടോ വചനം പഠിപ്പിക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ആത്മീയമായി നമ്മളൊരു ശ്രദ്ധ കൊടുത്താൽ എന്താ ഗുണം? ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ നിന്നെ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. 2 കരങ്ങൾ ഈ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച്, 2 കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച്, കണ്ണടച്ച് ഈ വചനം ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനിത് പറയുമ്പോൾ ഏറ്റു പറഞ്ഞോണേ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും, എന്റെ മേൽ ചൊരിയും, എന്റെ മേൽ ചൊരിയും. ആമേൻ, ആമേൻ, ആമേൻ. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഇത് നമ്മൾ ഏറ്റെടുത്തോണം കേട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം കേൾക്കുന്നത് അത് ഓരോ വ്യക്തിയും സ്വയം ഏറ്റെടുക്കണം. നിയമാവർത്തന പുസ്തകം 28 1-2 കർത്താവ് ഇത് ഞാനാണ്,
ഓരോ വ്യക്തിയും സ്വയം പറയണം, കർത്താവ് ഇത് എന്നിലാണ് സംഭവിക്കുന്നത്, എന്നെയാണ് കർത്താവ് ഉന്നതനാക്കുന്നത്, എന്നെയാണ് അനുഗ്രഹിക്കുന്നത്. അത് ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് അത് അനുഗ്രഹം ആസ്വദിക്കാൻ പറ്റും. ഇതില്ലെങ്കിൽ എന്ത് പറ്റും? അവർക്ക് അനുഗ്രഹം കിട്ടി, ഇവർക്ക് അനുഗ്രഹം കിട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടുപോകും, കാര്യമില്ല. ഓരോ വ്യക്തിയും വചനം കേൾക്കുമ്പോൾ അത് സ്വയം അത് ഏറ്റെടുത്തോണ്ടിരിക്കണം. യെസ്, ഇറ്റ് ഈസ് ഫോർ മീ. എനിക്കാണ് കർത്താവേ, എനിക്കാണ് കർത്താവേ. ഹല്ലേലൂയാ. എഫേസുസ് ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനം പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യം വേണ്ടത് എന്താണെന്നറിയാവോ? ആത്മീയ അനുഗ്രഹമാണെന്നാ പറയണേ. എഫേസുസ് 1-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 1:3. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചു. കണ്ടോ അതായത് സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും. പറഞ്ഞേ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും. സ്വർഗീയമായ കുറച്ച് ആത്മീയ വരങ്ങൾ എന്നാണോ? അല്ലല്ല, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷയുടെ പ്രത്യേകതയെക്കുറിച്ച് വചനം പറയും. നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന എന്തിനാ? സ്വർഗത്തിൻ്റെ എല്ലാ ആത്മീയ വരങ്ങളും നമുക്ക് വേണം. പറഞ്ഞേ ആമേൻ, ആമേൻ. അത് ചോദിച്ചു മേടിക്കണം. ആത്മീയ വരങ്ങൾ നമുക്ക് വേണമെന്ന്. നമ്മുടെ ഉള്ളിലാണ് വേണ്ടത്, പുറമേയല്ല. നമ്മുടെ ഉള്ളിൽ ആത്മീയ ആരോഗ്യം നമുക്ക് പ്രധാനപ്പെട്ട. അതിനെന്ത് വേണം? സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും. ആമേൻ. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തോണ്ട് പറ, സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഇന്ന് കിട്ടട്ടെ. പറഞ്ഞുകൊടു, സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഇന്ന് കിട്ടട്ടെ. പറഞ്ഞു കൊടുത്തേ. അടുത്തുള്ള ആളെ നോക്കിക്കൊണ്ട് പറ, സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഇന്ന് കിട്ടട്ടെ, കിട്ടട്ടെ. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ നമ്മൾ വിശ്വസിക്കുകയാണ്, ആത്മീയമായി ആരോഗ്യമുള്ളവന്റെ ഗുണം എന്താ? അവൻ എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും, എന്തെല്ലാം അസ്വസ്ഥതകൾ വന്നാലും അതിനെയെല്ലാം അതിജീവിക്കാൻ അവന് വലിയ കൃപ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയെങ്കിലും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. ആത്മീയമായിട്ടുള്ള ആരോഗ്യം പ്രാപിക്കുന്ന ദിവസമാണ്. കർത്താവ് ഇന്ന് ഈ പോട്ടാശ്രമത്തിൽ നമ്മളെ കൊണ്ടുവന്നത്, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഭൗതിക സമൃദ്ധി രണ്ടാമത്, ആദ്യത്തെ കാര്യം ആത്മീയമായ ആരോഗ്യം. ആത്മീയമായ ആരോഗ്യം. പറഞ്ഞേ, ആത്മീയമായ ആരോഗ്യം, ആത്മീയമായ ആരോഗ്യം. ആ കൈ പിടിച്ച് ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പറഞ്ഞേ, ആത്മീയമായ ആരോഗ്യം. ഇത് നാട്ടുകാരെ തല്ലാൻ വേണ്ടി മാത്രമുള്ളതല്ല, കൈ ഇങ്ങനെ ഇടയ്ക്ക് പറയണം. പറഞ്ഞേ, ആത്മീയമായ ആരോഗ്യം, ആത്മീയമായ ആരോഗ്യം, ആത്മീയമായ ആരോഗ്യം. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6 and 7. ദേ എൻ്റെ കൂടെ ഒച്ചത്തിൽ ഏറ്റു പറഞ്ഞോ കേട്ടോ. ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവേൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, ദൈവത്തിൽ ആശ്രയിച്ചാൽ നിനക്ക് സമാധാനം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നിന്റെ ചുറ്റും പ്രതികൂല സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, ആത്മാവിൽ ആരോഗ്യം പ്രാപിച്ചാൽ നിനക്ക് സ്വസ്ഥത കിട്ടും. ഹല്ലേലൂയാ. പൗലോസും ശീലാസും ആരാധിച്ചത് എവിടെ കിടന്ന്? തടവറയിൽ. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ അവര് ആനന്ദിച്ചു. അവരുടെ ഉള്ളിൽ വലിയ സമാധാനം. കാരണം ആത്മീയമായി ആരോഗ്യമുള്ള വ്യക്തിയുടെ ലക്ഷണം അതാണ്. അവൻ തടവറയിലാണോ, ചങ്ങലക്കിട്ടിരിക്കുകയാണോ, അവരെന്തു പറയും, അടുത്തിരിക്കുന്ന ആൾ എന്ത് ചിന്തിക്കും, ഇങ്ങനെ നോക്കിക്കൊണ്ടല്ല അവർ പ്രാർത്ഥിക്കുന്നത്. മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയമായി ആരോഗ്യം പ്രാപിച്ചവൻ മറ്റുള്ളവരെ നോക്കിയല്ല, സാഹചര്യങ്ങളെ നോക്കിയല്ല പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയാ. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാ? ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ഇവർ എന്ത് വിചാരിക്കും, അല്ലെ? ഞാനിങ്ങനെ കൈ പൊക്കിയാൽ ഇവർ എന്ത് വിചാരിക്കും?
ഞാൻ ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, ഞാൻ ഈശോയുടെ മുമ്പിൽ കരഞ്ഞാൽ, ഞാൻ സ്വരമുയർത്തിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? നാട്ടുകാരെ നോക്കി, ചുറ്റുവട്ടത്തെ സാഹചര്യങ്ങളെ നോക്കിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ആത്മീയമായി ആരോഗ്യം പ്രാപിക്കേണ്ടവൻ പ്രാർത്ഥിക്കേണ്ടത് തമ്പുരാൻ കർത്താവിനോടാണ്. സ്വർഗ്ഗപ്പന ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദാനിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ അവൻ കണ്ടത് സ്വർഗത്തിൻ്റെ ശക്തിയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ, കണ്ണടച്ചോളൂ. നിന്റെ ആശ്രയം അതാണ്. തിരുസഭയിൽ ആദ്യത്തെ രക്തസാക്ഷി സ്റ്റീഫൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 55 മുതൽ വചനം കാണുന്നു. അവൻ സ്വർഗത്തിൻ്റെ മഹത്വം അവൻ കണ്ടു. ആത്മാവിൽ ആരോഗ്യം പ്രാപിച്ച വ്യക്തി കല്ലെറിയുന്നവരെ നോക്കിക്കൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കില്ല, തന്നെ വേദനിപ്പിക്കുന്നവരെ നോക്കിക്കൊണ്ട് പിറുപിറുത്തോണ്ടിരിക്കത്തില്ല, അവഗണിക്കുന്നവരെയും ഒറ്റപ്പെടുത്തുന്നവരെയും നോക്കിക്കൊണ്ട് വിഷമിച്ചോണ്ടിരിക്കില്ല, ഇന്നലകളിലെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല. മറിച്ച് അവൻ സ്വർഗത്തിലേക്കാണ് അവൻ്റെ ദൃഷ്ടി പതിക്കുന്നത്. സ്വർഗമാണ് അവൻ്റെ ലക്ഷ്യം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3 യുവാക്കൾ ഇതാ തീച്ചൂളയ്ക്കുള്ളിൽ കിടക്കുമ്പോൾ, ഇതാ ചുറ്റും ഇങ്ങനെ അഗ്നിനാളം കത്തിയെരിയുമ്പോൾ അവർ കണ്ടത് സ്വർഗത്തിന്റെ ശക്തിയാണ്. എൻ്റെ പ്രിയരെ, ആത്മീയ ആരോഗ്യമുള്ള വ്യക്തി സാഹചര്യങ്ങളെ നോക്കിയല്ല പ്രാർത്ഥിക്കുന്നത്, വ്യക്തികളെ നോക്കിയല്ല പ്രാർത്ഥിക്കുന്നത്. അവൻ അവൻ്റെ ആത്മീയ മേഖലയിൽ തമ്പുരാൻ കർത്താവിനെ മുഖാമുഖം കാണും. നിന്റെ വീട്ടിലെ സാഹചര്യങ്ങളെ നോക്കിയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ നോക്കിയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ആത്മീയമായ ആരോഗ്യം കിട്ടിയ വ്യക്തി രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈശോയെന്ന് വിളിച്ചോണം. ആ വിളിക്കുള്ളിൽ സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയപ്പെടും, സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയപ്പെടും. എഫേസോസ് 1:3 നിന്നിൽ സംഭവിക്കും. എൻ്റെ സഹോദര സഹോദരി, ഈ ശുശ്രൂഷ സമയത്ത് നീ ആയിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങളും ഉയർത്തി നിനക്കെങ്ങനെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ പ്രചോദിപ്പിക്കുന്നുവോ അതുപോലെ നീ പ്രാർത്ഥിക്കുന്ന സമയം, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയത്തിൽ നിന്റെ ജീവിതത്തിൽ ആത്മീയമായി നിന്നെ തടയുന്ന എല്ലാ തിന്മകളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ ജീവിത വഴികളിൽ നിന്നെ അസ്വസ്ഥപ്പെടുന്ന ഭാരങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, ആത്മീയമായി ആരോഗ്യം സ്വീകരിക്കുന്നതിന് തടസ്സം വരുന്ന എല്ലാ മേഖലകളെയും ഇതാ പരിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദാഹത്തോടെ പ്രാർത്ഥിക്കണം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. The mighty power, the mighty anointing ഓരോ വ്യക്തിയിലേക്ക് വെളിപ്പെടുന്ന സമയമാണ്. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ, ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ, ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ. കണ്ണുകളടച്ച് കൈയടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചോ. ഈ സമയം നിങ്ങളെ ഹന്നാമ്പളം തെളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, ആത്മീയമായി ക്ഷീണിച്ചു പോയവർ, ആത്മീയമായ ഏതെങ്കിലും തഴക്കദോഷങ്ങളിൽ പെട്ടവര്, ആത്മീയമായി ദുഃഖിക്കുന്നവര്, ആത്മീയമായിട്ട് വരൾച്ച ബാധിക്കുന്നവര് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ വിടുവിക്കണമേ. കർത്താവെ, ആത്മീയ അഭിഷേകം ജ്വലിപ്പിക്കണമേ. ജീവിതത്തിൽ കിട്ടിയ കൃപകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവര് ഈ ശുശ്രൂഷ സമയത്ത് വീണ്ടും ബലം പ്രാപിക്കട്ടെ. നന്നായിട്ട് കൈയടിച്ചോ, പോരാ, ശക്തിയോടെ ഈ ശുശ്രൂഷ സമയത്ത് കൈയടിച്ച് വലിയ അഭിഷേകം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. 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 പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. എല്ലാവരും പാപത്തിന്റെ കെട്ടുകൾ
അഭിഷേകത്തോടെ ശക്തിയോടെ ചേർന്ന് കൈകളടിക്കാം. കരങ്ങൾ താഴ്ത്തി ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവചൈതന്യമേ, ആത്മാവേ. അഗ്നിച്ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ. കരങ്ങൾ ഉയർത്തി കൈകളടിച്ച് നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, ആത്മാവേ. ഹൃദയത്തിൽ വന്നിടുക. ആമേൻ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, നിറഞ്ഞിടുക, ആമേൻ. വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. രണ്ടു കരങ്ങൾ ഉയർത്തി ഈശോയേ. അഭിഷേകത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ, പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ, വലിയ ദൈവശക്തി നിറയപ്പെടട്ടെ. ആരാധന 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 ആരാധന. ദൈവത്തിന്റെ ആത്മാ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്ന ഒരു ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. പോരാ 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 പോരാ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. നിന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ നാവിലൂടെ സംസാരിക്കുന്നു. ദർശനങ്ങളും വെളിപ്പെടുത്തലുകളും ലഭിക്കുന്ന വ്യക്തികൾ അതനുസരിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലംബാരി റുഹ ലംബാരി റുഹ. ഈ ദിവസത്തിന്റെ അഭിഷേകം ഓരോ വ്യക്തിയിലേക്ക് വെളിപ്പെടട്ടെ. മരവിച്ച ഹൃദയങ്ങളെ കർത്താവെ ശക്തിപ്പെടുത്തണമേ. മരവിച്ച ഹൃദയങ്ങളെ കർത്താവെ ഒരുക്കണമേ. ഉണർവ് നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ഉണർവ് ലഭിക്കണമേ. ഓ കർത്താവേ, ഓ കർത്താവേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കണമേ. എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കണമേ. മനസ്സിന്റെ ഭാരം മാറ്റണമേ. പ്രാർത്ഥിക്കാൻ പറ്റാത്തവണ്ണം ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന തിന്മയുടെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കണമേ. ഓ കർത്താവേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നാളുകളായിട്ട് ഭാരപ്പെടുന്ന വിഷയങ്ങൾ കർത്താവ് ഇടപെടണമേ. തെറ്റായ സ്നേഹബന്ധങ്ങൾ കർത്താവ് ഇടപെടണമേ. മൊബൈൽ ഫോണിന്റെ അഡിക്ഷനിൽ കർത്താവ് ഇടപെടണമേ. അനാവശ്യ കാര്യങ്ങൾക്ക് സമയം കളയുന്ന സ്വഭാവത്തിൽ കർത്താവ് ഇടപെടണമേ. അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവ് ഇടപെടണമേ. ഒരു പുതിയ അഭിഷേകം ചൊരിയണമേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഭാഷാവരത്തിന് കൃപ ലഭിക്കുന്ന ഒരു ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹൃദയത്തിന്റെ ഭാവങ്ങൾ അറിയുന്ന കർത്താവ് നിന്നിൽ ഇടപെടുന്നു. ആരാധന കർത്താവേ. സ്തുതിക്കുന്നു 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 കർത്താവേ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചോ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചോ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്നിൽ അത്ഭുതകരമാവണ്ണം കർത്താവിൻ്റെ കൃപ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷ നീ പങ്കെടുക്കുന്നത് വെറും അവിചാരിതമല്ല, ബൈ ചാൻസ് അല്ല, മറിച്ച് ഇത് കർത്താവിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. നിന്റെ ആത്മീയ ആരോഗ്യത്തെ ശ്രദ്ധിക്കണമെന്നും നിന്റെ ആത്മീയ മേഖലയിൽ നിന്നെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒരു വിടുതൽ പ്രാപിക്കണമെന്ന് ഇത് കർത്താവിൻ്റെ വലിയൊരു നിർദ്ദേശമാണ് നിന്നോട്. എൻ്റെ സഹോദര സഹോദരി, ഒരു പക്ഷേ ഇന്ന് നിന്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയത് നിന്റെ ആത്മീയ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ? നിന്റെ കുടുംബത്തിൽ നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും വഴക്കും വക്കാണവും സംഭവിക്കുന്നത് ആത്മീയ ആരോഗ്യം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? ചില പൊട്ട തീരുമാനങ്ങൾ എടുത്തത്, ചില പൊട്ടക്കുഴിയിൽ ചെന്ന് വീണത്, ഇന്ന് ജീവിതത്തിൽ ചില നിസ്സഹായമായ സാഹചര്യങ്ങൾ കണ്ണുനീര് ഒഴിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ആത്മീയമായ ആരോഗ്യം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ?
എൻ്റെ പ്രിയ സഹോദര സഹോദരി, കർത്താവ് നിന്നിൽ ആഗ്രഹിക്കുന്ന നിന്റെ നഷ്ടപ്പെട്ട ആത്മീയ ആരോഗ്യം നീ വീണ്ടെടുക്കണം. നീ ഭൂമിയിൽ ക്ഷീണിച്ച് മരവിച്ച് ഉണങ്ങി ജീവിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയല്ല. നീ ആര് തന്നെയാണെങ്കിലും, നിനക്ക് എത്ര പ്രായമുള്ള വ്യക്തിയാണെങ്കിലും, നിനക്ക് എത്ര അനുഭവ പരിചയമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും, നിന്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും. ഒരുപക്ഷെ നീ പറയും, ഞാൻ എത്രയോ പ്രാർത്ഥനാ ശുശ്രൂഷകൾ പങ്കെടുത്തു, എന്താണ് ഇതിന്റെ പ്രത്യേകത? എൻ്റെ സഹോദര സഹോദരി, നിന്റെ ആത്മീയമായ ആരോഗ്യം നീ ശ്രദ്ധിക്കണം. ആത്മീയമായ ആരോഗ്യം ശ്രദ്ധിക്കണം. ശരീരത്തിന്റെ മസിൽസ് ഒക്കെ ഇടയ്ക്ക് വീക്കാവും പ്രായം കൂടുന്നതനുസരിച്ച് എന്നുള്ളത് പോലെ മനസ്സിന്റെ ആത്മീയ ആരോഗ്യത്തിന്റെ മസിൽസ് ചില കാര്യങ്ങളൊക്കെ വീക്കായില്ലേ? നിനക്കിന്ന് പല കാര്യങ്ങളിലും ഭാരമുണ്ടല്ലോ. എന്താ അതിന്റെ കാരണം? ഒരു പക്ഷേ ആത്മീയമായി ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ? ഒരു ദിവസം 24 മണിക്കൂർ എത്രയോ സമയം നമ്മൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. നിനക്കെല്ലാത്തിനും സമയമുണ്ട്, എന്നാൽ ആത്മീയമായ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രം സമയമില്ല. കാരണം ബാക്കി എല്ലാ കാര്യത്തിനും രസമുണ്ട്. എൻ്റെ കർത്താവേ, ആത്മീയമായി ആരോഗ്യം അത് ശക്തിപ്പെടുത്താൻ കർത്താവേ, ഇന്ന് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന കർത്താവേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ സകല പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരമാണ് നിന്റെ ആത്മീയമായ ആരോഗ്യം നീ മെച്ചപ്പെടുത്തണം. ഈ ശുശ്രൂഷ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തി ഒരുപക്ഷെ നിന്റെ ജോലിക്കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും, നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടായിരിക്കും, നിന്റെ വീട്ടിലെ സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും, മക്കളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടായിരിക്കും. ആയിക്കോട്ടെ, ഏത് വിഷയമാണെങ്കിലും ഈ ഭൗതിക വിഷയത്തിൽ ഇടപെടണമെങ്കിൽ ആദ്യം നമ്മുടെ ആത്മീയ ആരോഗ്യം മെച്ചപ്പെടുത്തണം. കർത്താവേ, ഞങ്ങളിതാ ഏറ്റെടുക്കുന്നു. യോഹന്നാന്റെ ലേഖനം 3-ാം ലേഖനം 2-ാം തിരുവചനം, വാത്സല്യ ഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഈ ആശംസ എന്നിൽ സംഭവിക്കട്ടെ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമ്മൾ അത് ഏറ്റെടുക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നു, ആമേൻ, 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 ആമേൻ. Ruhaye